അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് ഹദീസ് ക്ലാസ് റിയാദുസ് സ്വാലിഹീൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, കുടുംബ ബന്ധം ചേർക്കുക, ഈ വിഷയത്തിലായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഹദീസിന്റെ 321. അപ്പൊ ഈ ബാബിൽ ഞാൻ വിവരിച്ചു നോക്കുള്ളത് മാതാപിതാക്കളോടും കുടുംബത്തോടുള്ള ബന്ധത്തെ കുറിച്ച് ഇസ്ലാമിന്റെ വീക്ഷണ, ഇസ്ലാം അതിനെ സംബന്ധിച്ച് അതിന് പ്രതിഫലത്തെ വാഗ്ദാനാക്കിയത് എവിടത്തോളം അത് ഏറ്റവും കൂടുതൽ ചേർക്കേണ്ടത് എന്ന് ഇന്റെ തെയ്യോറ ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാം. എന്തായിരിക്കും എന്റെ ഹദീസിലുള്ളത്? ഒരാൾ വന്നിട്ട് നബിയുടെ ചൊല്ല, നബിയെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ ബൈഅത്താകട്ടെ. എന്തിനാ ബൈഅത്താകട്ടെ? ഞാൻ ഹിജ്റ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ പൊരുതുക, എനിക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടണം. ഇങ്ങനെ അപ്പൊ നബി തന്നെ എടുത്ത് നിനക്ക് ബാപ്പവും വേണ്ട, ആരെങ്കിലും ഹയാത്തുള്ള ഉണ്ട് എന്നാ ബാപ്പയുടെ ഉമ്മയും രണ്ടാറുണ്ട്. അപ്പൊ നബി തന്നെ ചെന്ന് നിനക്ക് പ്രതിഫലമേ നോക്കിയെന്നാ, അതെ എനിക്ക് പ്രതിഫലത്തിന് പേനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പൊ ചെന്ന് പോയിട്ട് ബാപ്പ ഉമ്മക്ക് അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറും. അങ്ങനെ സ്വന്തത്തിൽ നോക്കുന്നുണ്ട്. അയാൾ ചെന്നെന്തേ ഞാൻ ഹിജ്റ പണ്ട് അയാളെ റായ മുക്കിട്ടായാലും മദീനത്തിന് പണ്ട് രണ്ട് നബിത്തങ്ങ യുദ്ധത്തിന് വേണ്ട ബദ്ർ ഖന്തഖ് യുദ്ധമായിട്ടില്ല, ആ യുദ്ധത്തിന് പണ്ട് അത്തരം യുദ്ധങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ ഞാൻ ചേരല്, നമുക്ക് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കിട്ടണം. അപ്പൊ നബിത്തങ്ങ ചെന്നത് നിന്റെ ബാപ്പം അയാളത്തിലുണ്ട്. കാരണം ഓരോ വ്യക്തിനെ അത് എല്ലാവരോടും നബിത്തങ്ങൾ ഒരുപോലെ ചൊല്ലില്ല. അപ്പൊ ആ മനുഷ്യരെ സംബന്ധിച്ച് അയാൾക്ക് എങ്ങനെ വേണം, എന്തായിട്ട് ഹൈറ്. അപ്പൊ അയാൾക്ക് വയസ്സായ പാപ്പുണ്ട് ഉമ്മോണ്ടിട്ടാകുമ്പോൾ അങ്ങനെ ഹിദ്മത്ത് എടുക്കലല്ലേ അയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രതിഫലമുള്ള കാര്യം. അല്ലാത്തൊരു വ്യക്തി വന്നിട്ട് നിങ്ങനെ നബി തന്നെ ചൊല്ലും, നീ ഹിജ്റ പറഞ്ഞിട്ട് ചൊല്ലില്ല, അല്ലെ നീ യുദ്ധത്തിൽ പറഞ്ഞാൽ ചൊല്ലില്ല. യുദ്ധത്തിൽ പറഞ്ഞു, അത് ആ കാലഘട്ടത്തെ ആവശ്യമായിട്ട്. അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ പോലും ആ കാലഘട്ടത്തിൽ ഇത് കാലാവശ്യമുണ്ട്, ദീനക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് പോലും നബി തന്നെ ചെയ്യുന്നത് മാതാപിതാക്കളുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് നല്ല നിലക്ക് ഹിദ്മത്തെടുക്കുക എന്നുള്ളതാണ്. ഹദീസായിട്ട് എന്ന് ഞങ്ങൾ വിവരിക്കുമ്പോൾ അപ്പൊ ഞങ്ങൾ ബദ്ർ യുദ്ധത്തിൽ ഹാജരായിട്ടില്ല, ഉഹദ് യുദ്ധത്തിൽ ഹാജരായിട്ടില്ല, ഖന്തഖിൽ ഹാജരായിട്ടില്ല. അതിനേക്കാളും പുണ്യമുള്ള പ്രതിഫലം കരസ്ഥമാക്കുള്ള തെരുണങ്ങളെ മുട്ടത്തിലേക്ക് ആര് ഞങ്ങളെ മാതാപിതാക്കൾ അറ്റ്ലീസ്റ്റ് അൻപൊന്ന് ദ്വാരക്കണം. അള്ളാഹു ഞങ്ങളൊക്കെ ഹയാത്തുള്ള മാതാപിതാക്കൾ അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, മരിച്ചുപോയ അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. അങ്ങനെ അള്ളാഹു ആഫിയത്തുള്ള ഹയാത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ഖുർആൻ തന്നെ ദ്വാരപ്പോ പഠിപ്പാട്ടിലുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങ് ദ്വാരക്കണം, നമുക്ക് നല്ലോണം ദ്വാരക്കണം. നമുക്ക് ഹദീസ് നോക്കാം. ഹദീസ് നമ്പർ 321. وعن عبد الله بن عمرو بن العاص رضي الله عنهما قال عبد الله بن عمرو بن العاص رضي الله عنهما قال أقبل رجل إلى نبي الله صلى الله عليه وسلم. നബി തങ്ങളെ فقال بايعك على الهجرة والجهاد. നബിയെ നിങ്ങളോട് ഞാൻ ബൈഅത്താക്കട്ടെ, കൈ പിടിച്ചിട്ട് ഞാൻ പളക്ക തന്നെ. എന്തിന്? ഞാൻ ഹിജ്റ പണ്ടതിന് അങ്ങനെ സ്വന്തം ജനിച്ചു പലനാറായി വിട്ടിട്ട് മദീനത്തിനാകെ പണ്ടി വൽ ജിഹാദ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു. നബിയുടെ സ്വഹാബാക്കളൊക്കെ മക്കയിൽ നിന്ന് മദീനത്തിൽ ഹിജ്റ വന്നില്ല. കുറെ കുറെ സ്വഹാബാക്കൾ വന്നത് കണ്ട് ആദ്യകാലത്തൊക്കെ ഹിജ്റ പറയൽ സാധ്യതയെങ്കിൽ ഹിജ്റ പറയൽ നിർബന്ധം കൂടിയായിട്ടുണ്ട്. മക്ക ഫത്തിൽ പിന്നെ അത് നിർബന്ധമില്ല, അത് മൂന്നുള്ള നിർബന്ധമായിട്ട്. അപ്പൊ അയാളെ മനസ്സുള്ളത് ഞാൻ നിങ്ങളെ യുദ്ധത്തിന് വേണ്ട അബദ്ധങ്ങൾ അജ്റമിനല്ലാഹി തആല. അപ്പൊ എന്നെ ചൊല്ലി ഞാൻ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലത്തായിട്ട് ആഗ്രഹിക്കുന്നു. കാല അപ്പൊ നബി തന്നെ ഫഅല്ലക മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, നിന്റെ മാതാപിതാക്കളിൽ ഒരാൾ ഹയാത്തുള്ള. കാല അപ്പൊ നബി തന്നെ ചെന്ന് അല്ല അയാൾ വ്യക്തി ചൊല്ലി ബൽ കിലാഹുമ, ഒരാളല്ല രണ്ടാളുള്ള. കാല അപ്പൊ നബി തന്നെ ചെന്ന് ഫതബ്തഗിൽ അജ്റ മിനല്ലാഹി തആല, നിനക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം കൂടി വേണം. അപ്പൊ ചൊല്ലതെ അപ്പൊ നബി പറഞ്ഞു ഫർജിഅ ഇലാ വാലിദൈക, നിന്റെ മാതാപിതാക്കളോടൊപ്പം ഫഅഹ്സിൻ സുഹ്ബതഹുമ, നല്ല നില തങ്ങളുടെ പെരുമാറും. മുത്തഫഖുൻ അലൈഹി വഹദാ ലഫ്ദു മുസ്ലിം.
ഇമാം ബുഖാരിയിലും ഇമാം മുസ്ലിമിലും ബുഖാരി ഇമാമിന്റെ സഹീഹും മുസ്ലിം ഇമാമിന്റെ സഹീഹ് ഈ ഹദീസിന്റെ ഈ ലഫ്ദ് മുസ്ലിം ഇമാമിന്റെ ലഫ്ദായിട്ടാണ്. വഫീ റിവായത്തിലോ അത് പിന്നെ ഒരു ഡോക്ടറുള്ളത് ജാഅ റജുലുൻ ഫസ്തഅദനഹു ഫിൽ ജിഹാദ്. ഒരാൾ വന്നിട്ട് നബിയുടെ യുദ്ധത്തിന് വേണ്ടി അനുമതിക്കണം. യുദ്ധത്തിൽ പറഞ്ഞു. ഫഖാല അപ്പോൾ നബി തന്നെ അഹയ്യുൻ വാലിദാക, എന്റെ മാതാപിതാക്കൾ ഹയാത്തുള്ളവർ? കാലനം അയച്ചിട്ടുണ്ട്. കാലം ഫഫീഹിമാ ഫജാഹിദ്, അവിടെ പോയിട്ട് നീ യുദ്ധാക്കുക. അവിടെ പോയിട്ട് യുദ്ധാക്കുന്നത് നിനക്ക് പ്രതിഫലം കിട്ടേണ്ട കാര്യം നിന്റെ ഉത്തരവുണ്ടല്ലോ, അതല്ലേ നിർബന്ധം. മാതാപിതാക്കൾ കഷ്ടത്തിരിക്കുമ്പോ അവരെ സഹായിക്കുക എന്നുള്ളത് നിർബന്ധമല്ലേ. അപ്പൊ അത് കൂട്ടിട്ട് നീ ഇതൊക്കെ പറയണ്ട. അപ്പൊ അതൊരു ഓരോ വ്യക്തികളെ വന്ന ആളുമാരെ സ്വന്തങ്ങൾ അങ്ങനെയല്ലേ അല്ലെ. അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഇൽമും തഖ്വയും ഈമാനും കൊടുത്ത് ആദരിച്ച ആളല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു വ്യക്തി പറയുമ്പോൾ അയാളെ സംബന്ധിച്ച് കൂടുതൽ അറിവുള്ള ആളായിരിക്കും അയാൾ ഏത് ഹൈറ് എങ്ങനെ വേണം എന്നുള്ളത്. അപ്പൊ അത് വ്യക്തികളെ നോക്കിയിട്ട് അക്ക് മാർഗദർശനം കൊടുക്കുക. അല്ലാഹു തആല നബിക്ക് അത്രയുള്ള ഇൽമ് അല്ലാഹു തആല കൊടുത്തതാണ്. അതുകൊണ്ടായിട്ട് വേണ്ട ആൾമാർ വേണ്ട രീതിയിൽ അങ്ക് വേണ്ട രീതിയിൽ, അതായത് അങ്ങ് ഏത് ഹൈറ് അത് അല്ലെ. ഒരാള് അവന്റെ ബാപ്പ കഷ്ടത്തിലുണ്ട്, അങ്ങ് ആരെങ്കിലും ഒരു നേരത്തെ ചോറ് പേരായിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഓനക്ക് പള്ളിയിൽ 10,000 രൂപ എന്തിനാണെങ്കിൽ ഓൻ അതല്ല ചെയ്യേണ്ടത്. ഓൻ ഫസ്റ്റ് അകലേക്ക് നോക്കേണ്ടത്. ഓന്റെ 10,000 രൂപ പള്ളിയിൽ വേണ്ട. ഓൻ പോയിട്ട് അങ്ങനെ മാതാപിതാക്കളെ നോക്കണ്ടേ. പിന്നെ മക്കളെ ചെലവ് കൊടുക്കാത്തവൻ സദക്കയാക്കി ചിന്തിക്കാറില്ലേ. നിർബന്ധമായ കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അയാൾക്ക് ചൊല്ലുന്നത്. അപ്പൊ അത്രക്കും കൂടുതൽ അങ്ങനൊരു ഒരു അള്ളാഹുവിന്റെ ദീനിനുമേനായി പുറത്തുള്ളതിനേക്കാളും പ്രതിഫലമുള്ള കാര്യം എന്ന് മനസ്സിലാക്കുവായിട്ട് ഈ ഹദീസിൽ നിന്നും നമുക്കുള്ള ഗുണമാണ്. അല്ലാഹു തആല നമ്മളൊക്കെ ഖൈറിന്റെ ആൾക്കാരിൽ അല്ലാഹു കൊടുത്തിട്ട് സജ്ജനങ്ങളിൽ കൊടുത്തിട്ട് ക്ലാസ് മറ്റുള്ള എത്തിച്ചു കൊടുക്കുക, മറ്റുള്ള ആൾമാർക്ക് കടത്തി കൊടുക്കുക. അല്ലാഹു ഖൈർ, ബറക്കത്ത്, ആഫിയത്ത്, റാഹത്ത്, ഈമാൻ, തഖ്വ ഞങ്ങളുടെ ഉത്തരം നാളെ മാതാപിതാക്കളും നമ്മുടെ ഉസ്താദുമാരും നൽകിയ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി